آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الأمين. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, നിരോധനങ്ങളെ വർജിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കരുണാമയനായ റബ്ബ് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ അനുധാവനം ചെയ്യുവാനും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തിൽ നടക്കപ്പെട്ട പ്രിയപ്പെട്ട മാതാവിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം ആ ഖബറിലേക്ക് തുറന്നു കൊടുത്ത് ചെയ്ത നന്മകളെല്ലാം ആസ്വദിച്ച് കഴിയാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള അംബിയ മുർസലുകളിൽ പലതുകൊണ്ടും ശ്രദ്ധേയരായ പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. വിശുദ്ധമായ ഖുർആനിൽ ഏതാണ്ട് 25 പ്രാവശ്യത്തോളം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം പരിശോധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പലതരത്തിലുള്ള പ്രത്യേകതകളും വ്യത്യസ്തതകളും അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 30 വയസ്സ് പൂർത്തിയായപ്പോഴാണ് പ്രവാചകത്വം ലഭിച്ചത്. ശേഷം 3 വർഷം മാത്രമാണ് മഹാനവറുകൾ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ദഅവത്ത് പൂർത്തിയാക്കാതെ തന്നെ ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷമാകേണ്ടി വന്നു. പരിശുദ്ധ ഖുർആനും
മുൻ വേദഗ്രന്ഥങ്ങളുമെല്ലാം ഈസാ പ്രവാചകനെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കതിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയം സംസാരിക്കുന്നതായിരിക്കുകയില്ല, താൻ കേൾക്കുന്നതായിരിക്കും സംസാരിക്കുന്നത്. ഇത് തൗറാത്ത് അഥവാ യോഹന്നാൻ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 1213 പറഞ്ഞൊരു വചനമാണ്. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ وَمِنَ التَّوْرَاةِ. പരിശുദ്ധമായ ഖുർആൻ ഈ പ്രവചനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആയത്തിലൂടെ ഈസാ പ്രവാചകൻ ആരാണെന്ന് വ്യക്തമാക്കി തരുന്നത്. നമുക്കറിയാം, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്തീയ വിഭാഗം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ അവസരത്തിൽ ഈസാ നബിയുടെ ജനനവും ജീവിത ചരിത്രവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ വീക്ഷണവും സത്യവിശ്വാസികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിരിക്കൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ആ വിഷയം ഇന്ന് അല്പം സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്ര വിവരണം തുടങ്ങുന്നത് തന്നെ ഇമ്രാൻ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനം, ശരിക്കും ഈസാ നബി അലൈഹി സ്വലാമയുടെ പിതാമഹനാണ് ഇമ്രാൻ എന്ന് പറയുന്ന ആള്. ഇമ്രാന്റെ ഭാര്യയാണ് ഹന്ന. അവർ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയായി അതിൻ്റെ പരിപാലനത്തിന് ഞാൻ നൽകിയേക്കാം എന്നൊരു നേർച്ച നേർന്നിരുന്നു. സാധാരണ ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായിരുന്നു. അതനുസരിച്ച് ഇമ്രാന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീവി ഗർഭിണിയായപ്പോൾ നേർച്ച നേർന്നു, എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഞാനത് പ്രസവിക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിനായിട്ട് ഞാൻ നേർച്ചയാക്കുകയാണ് എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രസവം കഴിഞ്ഞ ഉടനെ നോക്കിയപ്പോൾ കുഞ്ഞു പെണ്ണാണ്. പെൺകുഞ്ഞിനെ ഒരിക്കലും പള്ളിയുടെ പരിപാലനത്തിന് പള്ളിയിൽ ഏൽപ്പിക്കുക സാധ്യമല്ല. അത്തരം സന്ദർഭത്തിൽ എന്ത് വേണമെന്നിങ്ങനെ ആലോചിച്ച് അവസാനം അള്ളാഹുവിനോട് വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അള്ളാഹുവേ, എൻ്റെ നേർച്ച ആൺകുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഭവനത്തെ പരിപാലിക്കാൻ വേണ്ടി ഏൽപ്പിക്കാമെന്നാണ് നേർച്ച നേർന്നത്. പക്ഷെ പെൺകുഞ്ഞായിപ്പോയി. അവസാനം ആ പെൺകുട്ടിയെ ആര് വളർത്തണമെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായി. അവസാനം അന്ന് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ഓരോരുത്തരും ആഗ്രഹം പ്രകടിപ്പിച്ചു ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച നേർന്ന ഈ കുഞ്ഞിനെ വളർത്തുന്ന വിഷയത്തിൽ. അവസാനം ഒരു തീരുമാനമെടുത്ത് ഒരു ഞറുക്കിടാം. ആ ഞറുക്കിട്ട് എല്ലാവരും നദിക്കരയിലേക്ക്, ജോർദാനിലെ നദിക്കരയിലേക്ക് പോയി ഓരോരുത്തരും കയ്യിൽ എഴുതാൻ ഉപയോഗിക്കുന്ന പേന അത് ജോർദാനിലെ ആ നദിയിലേക്ക് ഇടുമ്പോൾ ഏത് പേനയാണോ താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുന്നത്, ഒഴുകാതെ കിടക്കുന്നത്, അദ്ദേഹത്തിനാണ് ഈ കുഞ്ഞിനെ വളർത്താനുള്ള അവകാശമെന്ന് തീരുമാനിക്കുകയും അവസാനം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേന ഈ പറഞ്ഞ അത്ഭുതത്തോടെ നദിയിലിട്ടപ്പോൾ താഴാതെ പൊങ്ങിക്കിടക്കുകയും ഒഴുകാതിരിക്കുകയും ചെയ്തു.
പല പ്രാവശ്യം ഈ പരീക്ഷണം ആവർത്തിച്ചപ്പോൾ പല പ്രാവശ്യം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവസാനം സക്കരിയ നബി ഈ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ വളർത്തി. പരിശുദ്ധമായ ഖുർആൻ ഈ സംഭവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഖാലത്ത് ഇംറഅത്തു ഇംറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഫലമ്മാ വളഅതുഹാ ഖാലത്ത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ വല്ലാഹു അഅലമു ബിമാ വളഅതു വലൈസ അദ്ദകറു കൽ ഉൻസാ വഇന്നി സമ്മൈതുഹാ മറിയം വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ സൂറത്ത് ആല ഇംറാൻ 35-36 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു, ഇത് കാലത്ത് ഇംറഅത്തു ഇംറാന, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞതായ സന്ദർഭം ഓർക്കുക. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, അല്ലാഹുവേ എൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിനെ ഞാൻ ഇതാ നേർച്ചയാക്കുകയാണ്. അതുകൊണ്ട് ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം, ഈ നേർച്ച നീ എന്നിൽ നിന്നും സ്വീകരിക്കുകയും എല്ലാം അറിയുന്നവനും കാണുന്നവനുമായ അല്ലാഹുവേ ഈ നേർച്ച നീ എന്നിൽ നിന്നും സ്വീകരിക്കണമേ. ഫലമ്മാ വളഅതുഹാ ഖാലത്ത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ ഫലമ്മാ വളഅതുഹാ, അങ്ങനെ ഇമ്രാന്റെ ഭാര്യ പ്രസവിച്ചു. കാലത്ത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ, ആ സന്ദർഭത്തിൽ ഇമ്രാന്റെ ഭാര്യ പറഞ്ഞു, അല്ലാഹുവേ ഞാൻ പ്രസവിച്ച കുഞ്ഞ് പെൺകുഞ്ഞാണ്. വല്ലാഹു അഅലമു ബിമാ വളഅതു വലൈസ അദ്ദകറു കൽ ഉൻസാ, അല്ലാഹുവേ ആൺകുഞ്ഞിനെ പോലെയല്ല പെൺകുഞ്ഞ്, അതുകൊണ്ട് എന്റെ നേർച്ച വീടുമോ എന്ന വിഷയത്തിൽ ഞാൻ ആശങ്കയിലാണ്. വഇന്നി സമ്മൈതുഹാ മറിയം, ആ കുഞ്ഞിന് ഞാൻ മറിയമെന്ന് പേര് വെച്ചിരിക്കുകയാണ്. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, പിൽക്കാലത്ത് എൻ്റെ കുഞ്ഞിൽ നിന്നും ആ പരമ്പരകളിൽ നിന്നും പൈശാചികമായ ശത്രുക്കൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി നിന്നോട് ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു നാഥാ. ഇങ്ങനെ പ്രാർത്ഥന നിരതരായി ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി അള്ളാഹു പറയുന്നു, ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ وَمَا كُنْتَ لَدَيْهِمْ إِذْ يُلْقُونَ أَقْلَامَهُمْ أَيُّهُمْ يَكْفُلُ مَرْيَمَ وَمَا كُنْتَ لَدَيْهِمْ إِذْ يَخْتَصِمُونَ. ഖുർആൻ ഇതെല്ലാം അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്. ഇതിനെ വഹീ മൂലം താങ്കൾക്ക് നാം അറിയിച്ചു തരുന്നു. മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കാൻ അവർ തങ്ങളുടെ പേനകളിട്ടപ്പോൾ താങ്കൾ അവിടെ ഹാജറില്ലായിരുന്നു. നബിതങ്ങളോട് അല്ലാഹു തആല പറയുക, അവർ തർക്കിക്കുമ്പോഴും താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ വളർന്നു വന്ന മറിയമിനെ അല്ലാഹു ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെക്കാളും ശ്രേഷ്ഠയാക്കി. അല്ലാഹു അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഖുർആൻ പേര് പറയപ്പെട്ട ഏക വനിതയും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ആ മറിയം ബീവിയുടെ പേരിൽ തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് ആല ഇംറാനിൽ, വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹ്ഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഖുർആൻ ആല ഇംറാൻ 42-ാമത്തെ സൂക്തം. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമേ, തീർച്ചയായും അല്ലാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടയായി നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. അപ്പോൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പെണ്ണാണെങ്കിലും അവസാനം തീരുമാനപ്രകാരം ബൈത്തുൽ മുഖദ്ദസിൽ വളർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ വളരുന്ന പെൺകുഞ്ഞിനെ സംബന്ധിച്ച് അള്ളാഹു നന്നായി അറിഞ്ഞ് അള്ളാഹു കൃത്യമായതിന് മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ മലക്കുകൾ ആ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് മറിയം റളിയല്ലാഹു അൻഹ എല്ലാവരിൽ നിന്നും അകന്ന് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് ഒരു മറ സൃഷ്ടിച്ചിട്ട്
ആ മറയ്ക്കുള്ളിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി ഇങ്ങനെ വളർന്നു വലുതായി ഏതാണ്ട് വിവാഹപ്രായമെത്താറായപ്പോൾ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മുക്കറബായ മലക്ക് ജിബ്രീലിനെ അല്ലാഹു അയക്കുകയാണ്. വദ്കുറ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹിം റൂഹനാ ഫതമസ്സല ലഹാ ബസറൻ സവിയ. ഖുർആൻ അല്ലാഹു വ്യക്തമാക്കുകയാണ്. വദ്കുറ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. നബിയെ വേദഗ്രന്ഥത്തിൽ മറിയമിനെ കുറിച്ചും പ്രസ്താവിക്കുക. അവൾ തന്റെ സ്വന്തക്കാരിൽ നിന്നും വിട്ടുമാറി പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ കിഴക്കുഭാഗത്ത് ഒരു സ്ഥലത്ത് താമസിക്കുകയും അവരിൽ നിന്നും മറയത്തക്ക രീതിയിൽ മറ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ നാം അവളുടെ അടുക്കലേക്ക് നമ്മുടെ റൂഹിനെ അഥവാ മുക്കറബായ മലക്ക് ജിബ്രീലിനെ പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹം ശരിയായ ഒരു മനുഷ്യനായി അവർക്ക് മുമ്പിൽ രൂപപ്പെട്ടു. ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് കിഴക്കുഭാഗത്ത് ഒരു മറ സൃഷ്ടിച്ച് മറ്റുള്ള പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ കണ്ണിൽ പെടാതെ അപ്രത്യക്ഷമായി അവിടെ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ മറിയം ബീവിയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മുക്കറബായ മലക്ക് ജിബ്രീലിനെ പറഞ്ഞയക്കുകയും കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ, നീ ഭക്തിയുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്നും ഞാൻ പരമകാരുണികനായ അല്ലാഹുൽ അഭയം തേടുന്നു. ഒരു മനുഷ്യ രൂപത്തിൽ മറിയം ബീവിയുടെ അടുക്കലേക്ക് ചെന്ന ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മറിയം ബീവി പറഞ്ഞു, നീ ഒരു ഭക്തിയുള്ളവനാണെങ്കിൽ എന്നിൽ നിന്നും അകന്നു പോകുക, ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. താങ്കൾ അന്യപുരുഷനാണ്, അന്യപുരുഷനെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ പള്ളിയിൽ ഞാൻ മറ സൃഷ്ടിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുന്നതെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മറിയം ബീവി ഇത് പറഞ്ഞപ്പോൾ മറിയം ബീവിയോട് മുക്കറബായ മലക്ക് ജിബ്രീൽ പറയുന്നു, കാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹ്ബലകി ഗുലാമൻ സക്കിയാ. കാര്യം എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പരിശുദ്ധനായ ഒരു പുത്രനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഈ മറിയം ബീവിയോട്, മസ്ജിദുൽ അഖ്സയിൽ കഴിയുന്ന ഈ മറിയം ബീവിയോട് മുക്കറബായ മലക്ക് ജിബ്രീൽ പറഞ്ഞു. തിരിച്ചും മറിയമിന്റെ മറുപടി, കാലത്ത് അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ. മറിയം ബീവി റളിയല്ലാഹു തആല പറയാണ്, എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക? എനിക്കൊരു കുട്ടി ജനിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാൻ ഒരു ദുർവൃത്തയുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക? ഇതിനിടയിൽ ഭർത്താവില്ലാതെ മറിയം റളിയല്ലാഹു തആല അൻഹ ഗർഭവതിയായി എന്നുള്ള വാർത്ത നാട്ടിൽ പരന്നു. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുക്കറബായ മലക്ക് ജിബ്രീൽ മറിയം ബീവിയിലേക്ക് ഊതുകയും ആ ഊതലിന്റെ ശക്തിയിൽ ആ ഊതലിൽ മറിയം ബീവി ഗർഭവതിയാവുകയും ഇങ്ങനെ തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഇതാ ഭർത്താവിന്റെ മാധ്യമമില്ലാതെ ഒരു പരപുരുഷ ബന്ധം കൂടാതെ ഗർഭിണിയായ മറിയം ബീവിയെ കുറിച്ച് നാട്ടിൽ വളരെ മോശമായ പരാമർശങ്ങൾ നടക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞു, ഇത് കാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയാ വൽ ആഖിറ വമിനൽ മുഖറബീൻ. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഓ മറിയം, തന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം കാരണമായി കുട്ടിയുടെ ജന്മത്തെക്കുറിച്ച് നിങ്ങളോട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ നാമം മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. ഇഹത്തിലും വരത്തിലും പ്രമുഖനും അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിച്ചവരിൽപ്പെട്ടവനുമാണ് അദ്ദേഹം എന്ന് സന്തോഷ വാർത്ത മലക്കുകൾ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇതിന്റെ ഇടയിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബത്ലഹേമിൽ മസ്ജിദുൽ അഖ്സയുടെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രസവവേദന കലശലായി. സഹായിക്കാൻ ആരുമില്ല, കുടുംബക്കാരിൽ നിന്നും അകന്നു കഴിയുകയാണ് എല്ലാവരും. ഒരു വിഭാഗം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ മോശക്കാരിയായി ചിത്രീകരിച്ചു, വേറൊരു ഭാഗം മറ്റു പലതരത്തിലും ഇങ്ങനെ ചിത്രീകരിച്ച് വളരെ വേദനയോടുകൂടി കഴിയുന്ന സന്ദർഭം. പ്രസവ വേദന എടുത്തപ്പോൾ സഹായിക്കാൻ ആരുമില്ല. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പെൺമക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്കോ ഒക്കെ പ്രസവ വേദന എടുക്കുമ്പോൾ പരിചരിക്കാൻ ആരൊക്കെ ഉണ്ടാകും, എന്തൊക്കെ പരിചരണമായിരിക്കും കിട്ടുക. പക്ഷേ പരിചരിക്കാനോ
പരിഹരിക്കാനോ പരിഗണിക്കാനോ ആരുമില്ലാതെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഇതാ വിഷമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വരികയാണ്, മറിയം നീ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. വഹുസ്സി ഇലൈക ബിദിദിൻ നഖ്ല തുസാഖിത് അലൈക റുതബൻ ജനിയാ. മറിയം നീ ദുഃഖിക്കണ്ട. തൊട്ടടുത്ത് കാണുന്ന ബത്ലഹേമിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈന്തപ്പന തോട്ടം, ആ തോട്ടത്തിലേക്ക് ചെന്നിട്ട് നീ ഒരു ഈന്തപ്പനയിൽ പിടിച്ച് കുലുക്കുക. കുലുക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും പഴുത്ത് പാകമായ പഴം താഴെ ചാടും. അതെടുത്ത് നീ കഴിക്കുക. തൊട്ട് താഴെ കൂടി അരുവി ഒഴുകുന്നുണ്ട്, അതിൽ നിന്നും ശുദ്ധജലം നീ കുടിക്കുകയും ചെയ്യുക. നാം ഒന്ന് ആലോചിക്കുക, അന്ന് ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിക്ക് പ്രസവ വേദന എടുത്ത സന്ദർഭത്തിൽ, പ്രിയപ്പെട്ടവര്, ഇന്ന് നമ്മുടെയൊക്കെ സ്ത്രീകളെ പ്രസവ വേദനയുമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കുറച്ചു നേരം നടക്കാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ എക്സർസൈസ് വ്യായാമം ചെയ്യാൻ പറയാറുണ്ട്. ആ പ്രസവം എളുപ്പമാകാൻ വേണ്ടി സഹായിക്കാൻ ആരുമില്ലാത്ത മറിയം ബീവി റളിയല്ലാഹു തആല അൻഹായെ അല്ലാഹു സഹായിക്കുകയാണ്. മറിയം നീ ദുഃഖിക്കണ്ട, നീ ഭയപ്പെടണ്ട, വിഷമിക്കണ്ട. നീ ആ കാണുന്ന ഈത്തപ്പന പിടിച്ച് കുലുക്കുമ്പോൾ നിനക്ക് ശരീരത്തിന് കുറച്ച് അയവ് ലഭിക്കും, അത് നിന്റെ പ്രസവത്തിന് കൂടുതൽ എളുപ്പമാകും. ഏതുപോലെ ഇന്ന് ഡോക്ടർമാര് നടക്കാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ സ്ത്രീകളോട് പറയുന്നതനുസരിച്ച് അല്ലാഹു മറിയം ബീവിയോട് പറയുകയാണ്, നീ ഈത്തപ്പന പിടിച്ച് കുലുക്കുമ്പോൾ അത് നിനക്ക് പ്രസവത്തിന് എളുപ്പമാകുന്ന, പ്രയാസം മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകും കുലുക്കി. പ്രിയപ്പെട്ടവര്, പ്രസവാനന്തര ശുശ്രൂഷയിൽ നമുക്കൊക്കെ ഭാര്യമാരെ മേടിച്ചു കൊടുക്കുന്ന ടോണിക് ഉൾപ്പെടെയുള്ള മരുന്ന് ഈത്തപ്പഴം കലർന്നതാണ്. അള്ളാഹുവിന്റെ ഓർഡർ അവിടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ്. മറിയം ബീവിക്ക് ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശരീരത്തിന് എല്ലാ തരത്തിലുള്ള പ്രോട്ടീനുകളും അതിൽ കൂടി ലഭിക്കുമെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അങ്ങനെ ആ ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നു, ശുദ്ധജലം എടുത്ത് കുടിക്കുന്നു, പ്രസവം നടക്കുന്നു. പ്രിയപ്പെട്ടവര്, ധാരാളം സംഭവങ്ങൾ അതിനിടയിലൊക്കെ ഉണ്ട്, അതെല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവര്, ഏതായാലും ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവം കഴിഞ്ഞു. ഏതാണ്ട് 30 വയസ്സായപ്പോഴാണ് പ്രസവം കഴിഞ്ഞ് ഈ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെ വളർത്തി. ഏതാണ്ട് ആ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. ഇങ്ങനെ അത്ഭുതങ്ങളെല്ലാം പല സന്ദർഭത്തിലും ഉണ്ടായിട്ടുണ്ട്. 30 വയസ്സായപ്പോൾ ഈസാ പ്രവാചകന് പ്രവാചകത്വം ലഭിച്ചു. ശേഷം 3 വർഷം മാത്രമാണ് പ്രബോധനം നടത്തിയത്. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ഈസാ നബിയെ കുറിച്ച് 3 തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് 3 വിഭാഗം ആളുകളും പുറപ്പെടുവിക്കുന്നത്. ഒന്നാമതായി, ലോകത്തെ ഈസാ നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് 3 രൂപത്തിലുള്ള വിശ്വാസം ഇന്ന് നിലനിൽക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ജൂതന്മാരാണ്, യഹൂദികൾ. ഈസാ നബി അലൈഹി സ്വലാം ഒരു ജാരസന്തതിയായിട്ടാണ് അവർ യഹൂദികൾ ഈസാ നബിയെ കാണുന്നത്. രണ്ടാമത്തെ വിഭാഗം ക്രൈസ്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നസാറാക്കൾ, അവർ ഈസാ നബിയെ അവർ കാണുന്നത് ദൈവപുത്രനായിട്ടാണ്. അവർക്ക് ത്രിയേകത്വമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേകത്വത്തിലാണ് അവരുടെ വിശ്വാസം. ഇത് രണ്ടാമതൊരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദൂതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ ഈസാ പ്രവാചകൻ മറ്റ് പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ, ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ 2 വിഭാഗത്തിന്റെ വിശ്വാസം പ്രിയപ്പെട്ടവര് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ജൂത വിഭാഗത്തിന്റെ പിഴച്ചു വെച്ചതാണ് ഈസാ നബി എന്ന് പറയുന്ന ആ വിശ്വാസം തെറ്റാണ്. രണ്ടാമത്തത് ദൈവപുത്രനാണ് ആ ഈസാ നബി എന്ന് വിശ്വസിക്കുന്ന ആ സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ വിശ്വാസവും തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈസാ നബി അള്ളാഹുവിന് മകനുണ്ടാവുക എന്നത് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അവൻ ഒരിക്കലും ആരെയും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹുവിനെ നമുക്കെല്ലാം ആശ്രയിക്കണം, പക്ഷെ അള്ളാഹുവിനെ ആരെയും ആശ്രയിക്കേണ്ടതില്ല. അവനെ ആരും പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല, അങ്ങനെ പ്രസവിച്ചു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം അതൊരിക്കലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അങ്ങനെ ആ കുഞ്ഞ് ശരിക്കും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ പുത്രനായിട്ടാണ് ഒരു വിഭാഗം ഈസാ നബിയെ കാണുന്നത്. അത് തെറ്റായ പ്രചരണമാണ്, തെറ്റായ പ്രവചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക വിശ്വാസ പ്രകാരമനുസരിച്ച് ഈസാ പ്രവാചകൻ അള്ളാഹുവിന്റെ ഒരു നബിയാണ്, ഒരു റസൂലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. ഒരിക്കലും അത് ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അടിമയാണ്. ദൈവപ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വിശ്വാസം പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു.
പറയുന്നു, വഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസ പറഞ്ഞ സന്ദർഭം, വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹു ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അല്ലാഹുവിന്റെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന ഇദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഒരിക്കലും അല്ലാഹുവിന് പുത്രൻ ഉണ്ട് എന്നുള്ള വിശ്വാസം അതൊരിക്കലും ഏകദൈവ വിശ്വാസത്തിന് യോജിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനോട് കുൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകും. അതല്ലാതെ ഒരിക്കലും അല്ലാഹുവിന് പുത്രനോ അല്ലെങ്കിൽ അല്ലാഹു മറ്റാരുടെയും മകനോ അല്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഈസാ നബി തന്നെ പറഞ്ഞതായ സന്ദർഭം പരിശുദ്ധമായ തൗറാത്തിലെ ആ വാചകം പരിശുദ്ധമായ ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ, മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് അയക്കപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണ്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, വരാനിരിക്കുന്ന അഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാനും വന്നവനാണ് ഞാനെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ഈസാ പ്രവാചകൻ ആരാണ് എന്ന് ലോകത്തോട് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വഖൗലുഹു മിന്നാ ഖതൽന, ആ ഈസാ പ്രവാചകൻ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ആ 3 വർഷത്തെ പ്രബോധനത്തിൽ കുറെ ആളുകൾ, കുറെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ഈസാ നബിയുടെ കൂടെ കൂടുകയും അതനുസരിച്ച് ആ തന്റെ ശിഷ്യൻ ഗണങ്ങൾ 12ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിലും പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാതാക്കളും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈസാ നബിയെ ജൂതന്മാര് അവര് പഴച്ച് പ്രസവിച്ചതാണ് എന്നുള്ള പ്രചാരത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്ത് കൊല നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹുവിടെ തന്ത്രം പ്രയോഗിച്ച് ഈസാ നബിയുടെ രൂപത്തിൽ പലരെയും അവിടെ രൂപാന്തരപ്പെടുത്തിയിട്ട് അവർ ഈസാ നബിയെ കുരിശിൽ തറച്ച് കൊന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അള്ളാഹു ആ സമയത്ത് ഈസാ നബിയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി ആകാശത്തിലെ ഉയർത്തപ്പെട്ടു എന്നുള്ള സംഭവം പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലായ ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന വാദം അത് തെറ്റാണ്. അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, അവർ കുരിശിലും തറച്ചിട്ടില്ല. പിന്നെയോ വലാകിൻ ശുബ്ബിഹ ലഹും, സാദൃശ്യമായ മറ്റൊരാളെയാണ് അവർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഇന്നും ആ വിഷയത്തിൽ അവർ സംശയാലുക്കളാണ് അവർ. തന്നെയുമല്ല, മാലഹും ബിഹി മിൻ ഇൽമിൻ ഇത്തൽ ഇല്ലത്തിബാ അല്ലന്ന്, അവരുടെ ധാരണ മാത്രമാണ് കുരിശിൽ തറച്ചു എന്ന് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു എന്നുള്ള അവരുടെ ധാരണ മാത്രമാണ്. ഒമാ ഖതലൂഹു യഖീനാ, ഉറപ്പിച്ച് ഖുർആൻ പറയുന്നു, ഈസാ നബി ആരും കൊന്നിട്ടില്ല, കുരിശിലും തറച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ ശക്തി കൊണ്ട് ഈസാ നബി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഈസാ നബിയുടെ പ്രബോധനം ബാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. 3 വർഷത്തെ പ്രബോധനം മാത്രമേ ഈസാ നബി നടത്തിയിട്ടുള്ളൂ. ബാക്കി പ്രബോധനം പരിശുദ്ധമായ ഖിയാമത്ത് നാൾ അടുക്കാറാകുമ്പോൾ ഈസാ പ്രവാചകൻ ഇറങ്ങി വന്ന് ഇൻഷാ അല്ലാഹ് പ്രബോധനത്തിന്റെ ദൗത്യം ബാക്കി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അന്ത്യനാൾ സംഭവിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ വലാ തൻതറുന്ന ബിഹാ വത്തബഊന ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഖുർആൻ പറഞ്ഞു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പരിശുദ്ധമായ ഈസാ നബിയുടെ തിരിച്ചുള്ള വരവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമ്മൾ പറയുകയാണ്. അതായത് വല്ലദീ നഫ്സി ബിയദി ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ അദ്ലാ ഫയക്സിറുസ് സലീബ വയഖ്തുലുൽ ഖിൻസീറ വയളഉ ജസിയ വയഖീലുൽ മാ ഹത്താ വയഫീലുൽ മാലു ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ ഹത്താ തകൂനു സജദത്തുൽ വാഹിദ ഖൈറൻ മിനദ് ദുനിയാ വമാ ഫീഹാ. ഖിയാമത്ത് നാൾ അടുക്കാറാകുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ
എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മറിയമിന്റെ മകനായ ഈസ ഇറങ്ങി വരുന്നതാണ്, നിർബന്ധമായി തീർച്ചയായും ഇറങ്ങി വരും. നീതിമാനായ വിധികർത്താവായിട്ട് ഇറങ്ങി വരുന്നതാണ്. തന്നെയുമല്ല കുരിശുകളെ തച്ചുടയ്ക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കപ്പെട്ട ജീവിയെ അതിനെ കൊന്നുകളയുന്നതുമാണ്. ജസിയ അഥവാ കപ്പം അത് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. സമ്പത്ത് ഇഷ്ടം പോലെ ഒഴുകുന്ന സന്ദർഭമാണ്. ആർക്കും ആവശ്യമില്ലാത്ത വിധം ഇഷ്ടം പോലെ സമ്പത്തായിരിക്കും ആ സന്ദർഭത്തിൽ. തന്നെയുമല്ല അന്ന് ഒരു സുജൂദാണ് ദുനിയാവിനേക്കാൾ, ദുനിയാവിലെ സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരു സുജൂദാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരും. അത് പരിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കൃത്യമായി ഈസാ നബി ആരാണെന്നും ഈസാ പ്രവാചകൻ എന്താണെന്നും ജനനം എങ്ങനെയാണെന്നും ജനനം മുതൽ തങ്ങളെ ഉയർത്തപ്പെട്ടതുവരെയുള്ള സംഭവങ്ങൾ അത് അത്ഭുതം നിറഞ്ഞതാണ് എന്നും വ്യക്തമായി മനസ്സിലാക്കുക. മറ്റ് ഇതര സമുദായ സഹോദരങ്ങളിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രിയപ്പെട്ടവര്, ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രനായിട്ടും ജൂതന്മാർ വിശ്വസിക്കുന്നവർക്ക് ജാരസന്തതിയായിട്ടുമാണ് അവർ കണക്കാക്കുന്നത്. ഇസ്ലാമിക വിശ്വാസം പരിശുദ്ധമായ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ആഘോഷിക്കുന്ന ക്രിസ്മസ്, ആ ക്രിസ്മസ് ആഘോഷം അവരുടെ ആഘോഷം അവർ നടത്തട്ടെ. പക്ഷേ ആ ആഘോഷത്തിൽ അനുകരിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ അഥവാ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഈസാ നബി ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കും ആ പ്രവൃത്തി ചെയ്യുന്നത്. അന്നത്തെ ദിവസം കേക്ക് മുറിച്ചും അതുപോലെ തന്നെ ചുമപ്പും വെളുപ്പുമുള്ള വസ്ത്രം ധരിച്ചും അതുപോലെ തന്നെ ആശംസകൾ കൈമാറുന്നതും ഈ ഒരു പേരിലാണ് എങ്കിൽ ഈസാ നബി ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ വിശ്വാസത്തിനോട് നാം ഭാഗവാക്കാകുന്നവരായി തീരും. അതുകൊണ്ട് ആരെങ്കിലും മറ്റൊരു ആദർശത്തെ അനുകരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അവൻ അവരിൽപ്പെട്ടവനായി തീരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസപ്രകാരം സ്റ്റാർ തൂക്കുക എന്നതിന്റെ അടിസ്ഥാനം പ്രിയപ്പെട്ടവര്, ബത്ലഹേമിൽ ഈസാ പ്രവാചകന്റെ ജനനം നടക്കുന്ന സന്ദർഭത്തിൽ ജ്ഞാനികളായ ആളുകൾക്ക് അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞ് വെളിച്ചം കാണിച്ചു കൊടുത്തതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നത്. ആ ജനനം ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്ന ആളുകളുടെ ആ ആഘോഷത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പങ്കാളികളാകുക എന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശിർക്കാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശ്വാസത്തെ പണയപ്പെടുത്തുന്ന വാക്കോ പ്രവൃത്തിയോ ഇത്തരം പ്രവണതകൾ ഇത്തരം സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നതായി പോയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരോടെല്ലാം വളരെ നല്ല രീതിയിൽ പെരുമാറണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ ഉത്ബോധനവും അങ്ങനെ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹിജ്റയുടെ 20ാമത്തെ വർഷം ഈജിപ്റ്റ് ഇസ്ലാമിന്റെ കീഴിലായ സന്ദർഭത്തിൽ അന്നത്തെ ഗവർണറായിരുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന് കീഴിലായി ഈജിപ്തിൽ താമസിച്ചിരിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അന്ന് അവർക്ക് കൃത്യമായും ആ ഗവർണർ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് സഹകരണ കരാർ എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പള്ളികൾക്കോ നിങ്ങളുടെ ആഘോഷങ്ങൾക്കോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ എതിരല്ല, അതിന് തടസ്സവുമല്ല, അത് നിർബാധം തുടരട്ടെ എന്ന് സഹകരണ കരാർ എഴുതി അവരോട് സഹകരിച്ച സമൂഹമാണ് മുസ്ലിം സമുദായം പ്രിയപ്പെട്ടവര്. തന്നെയുമല്ല, അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് ശരിക്കും സഹകരണ കരാർ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ ആചാരങ്ങൾ ആഘോഷങ്ങൾ അതിലൊക്കെ ഭാഗവാക്കാകുക എന്നത് നമുക്ക് അനുവദനീയമല്ല. പക്ഷെ അവർക്ക് അതിന് അനുവാദം കൊടുത്തു. അതുപോലെ ചർച്ചുകളും ഇതരമായ മറ്റ് സ്ഥാപനങ്ങളും അതൊക്കെ സംരക്ഷിക്കാനും അതിന്റെ ജിസിയ, അതിന്റെ കരം, അതിന്റെ ടാക്സ് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ പണ്ഡിതൻ തോമസ് അർണോൾഡ് കുറിക്കുന്നതായി നമുക്ക് കാണാം. അഥവാ
ചില മുസ്ലിം ഭരണാധികാരികൾ ഷാമിലും ഇറാഖിലും അതുപോലെ അൾജീരിയയിലും ക്രിസ്ത്യാനികൾക്ക് ചർച്ചുകൾ നിർമ്മിച്ചു കൊടുത്ത സംഭവങ്ങൾ ചരിത്രത്തിന്റെ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഖലീഫ ഹാറൂൻ റഷീദിന്റെ ഭരണകാലം പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ ബാഗ്ദാദ് പട്ടണം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള ഒരു പള്ളി വിപുലപ്പെടുത്തണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ പള്ളി വിപുലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ക്രിസ്തീയ പുരോഹിതൻ, ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ വീടാണുള്ളത്. ആ വീട് അവരിൽ നിന്നും വിലക്ക് വാങ്ങിയിട്ട് പകരം നല്ലൊരു വീടുണ്ടാക്കി കൊടുത്ത് ആ വീട് നശിപ്പിച്ചിട്ട് ആ വീട് തകർത്തിട്ട് അവിടെ പള്ളി വിശാലമായി ബാഗ്ദാദ് പട്ടണത്തിൽ. അവസാനം പടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, എന്റെ കാരണവന്മാർ എനിക്ക് സ്ഥായിയായി നൽകിയ സ്ഥലമാണ്, എനിക്ക് ഇവിടെ നിന്നും മാറി പുതിയ വീട്ടിൽ കിടന്നപ്പോൾ എന്റെ സമാധാനം മൊത്തം നഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ പള്ളി എനിക്ക് തിരിച്ച് അതേ സ്ഥാനത്ത് വീട് അതേ സ്ഥാനത്ത് തിരിച്ചു പണിതു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഖലീഫ അന്ന് ഉത്തരവിടുകയാണ്, പള്ളി പൊളിച്ച് വിപുലീകരിച്ച് വിശാലമായി പള്ളി പണിതെടുത്ത് ഈ ക്രിസ്തീയ സഹോദരിയുടെ വീടുണ്ടായിരുന്നപ്പോൾ ആ വീടിൽ വേറെ വീടുണ്ടാക്കി കൊടുത്ത് ആ വീട്ടിൽ താമസിച്ചപ്പോൾ സമാധാനം ലഭിക്കാത്തതിന്റെ പേരിൽ തിരിച്ചു വന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അവരുടെ വീട് യഥാസ്ഥാനത്ത് പണിതു കൊടുക്കാൻ ഖലീഫ ഓർഡർ ഇടുകയും അതനുസരിച്ച് പണിതു കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മുഹറം 10 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോൾ ആ മദീന പട്ടണത്തിൽ ജൂതന്മാർ മുഹറം 10 മൂസാ പ്രവാചകനെ അനുസ്മരിക്കുന്ന വ്രതമനുഷ്ഠിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളോട് അമലിനോട് ഒരിക്കലും അനുകരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് 9 കൂടി നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരിശുദ്ധമായ നമസ്കാരം നിർബന്ധമായി. അറിയിപ്പിന്റെ ധ്വനികൾ വന്നില്ല. അറിയിപ്പ് കൊടുക്കാൻ എന്താണ് വേണ്ടതെന്ന് നബിയും സഹാബത്തും ആലോചിച്ചപ്പോൾ സഹാബാക്കൾ ചിലർ പറഞ്ഞു, നമുക്ക് പള്ളിയിൽ മണിയടിക്കുന്നവരെ മണിയടിച്ച് ആളുകളെ പള്ളിയിലേക്ക് വരുത്താം. അപ്പോഴും നബി പറഞ്ഞു, അവരുടെ പ്രവർത്തനങ്ങളോട് സഹകരണം വരുന്ന പ്രവൃത്തി അതൊഴിവാക്കണമെന്ന് പറഞ്ഞ് അതൊഴിവാക്കുന്ന ആ അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആദർശ രംഗത്ത് അല്ലെങ്കിൽ അമലി രംഗത്ത് സഹകരണം ഒരിക്കലും ഇസ്ലാമിക വീക്ഷണത്തിൽ പാടില്ല. പക്ഷേ സാഹോദര്യ ബന്ധം, സ്നേഹബന്ധം, അവരെ സഹായിക്കല്, രോഗിയായി ചെന്ന് കാണൽ, നമ്മുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കല്, ഈ ആഘോഷവേളകളിലല്ലാതെ അനുവദനീയമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ഷണിച്ചാൽ അത് പോയി കഴിക്കല്, അവിടെ വിവാഹത്തിൽ പങ്കെടുക്കല്, അനുവദനീയ ഭക്ഷണം കഴിക്കല്, ഇതെല്ലാം നമുക്ക് അനുവദനീയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദർശ രംഗത്ത് അനുകരിക്കുന്ന അനുകരണം അത് മതത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രവണത അതൊരിക്കലും ഇസ്ലാമിക വീക്ഷണത്തിൽ ഭൂഷണമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമലി രംഗത്ത് സജീവമാകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.